तारक मेहता का उल्टा चश्मा। എന്താ ഇത്? ഇതെങ്ങനെയാണ് മുറിക്കേണ്ടത്? നിക്ക്, ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാ മുറിക്കേണ്ടതെന്ന്. നന്ദി. ഷെടാ, ഞാൻ മുറിച്ച കഷ്ണങ്ങളൊക്കെ എവിടെ പോയി? ഇവിടെ ഉണ്ടടാ ചേട്ടാ. അച്ഛാ, മാറി നിൽക്കൂ. സൂക്ഷിച്ചു നോക്കുവിൻ, ഇന്നെന്റെ പക്കലുണ്ട്. പറയണമെന്നില്ല, എന്താന്ന് മനസ്സിലായി. ഒരു നല്ല വാർത്തയും ഉണ്ടാവും, ഒരു മോശം വാർത്തയും ഉണ്ടാവും. അല്ലേ അല്ല, ഇന്നെന്റെ പക്കലുള്ളത് ഒരു അപകടകാരിയായ വാർത്തയാണ്. ആദ്യം വാർത്ത എന്താണെന്ന് കേൾക്കുവിൻ, സൂക്ഷിച്ചു നോക്കുവിൻ. ആരെ? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് എന്നോട് ചോദ്യം ചോദിക്കരുത്. എന്നാ പറ എന്താ പറയാനുള്ളത് എനിക്ക്? സൂക്ഷിച്ചു നോക്കുവിൻ, നിങ്ങൾക്ക് ചുറ്റുമുള്ള നമ്മുടെ നിഷ്കളങ്കരായ കുട്ടികളെ. നിങ്ങളുടെ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം കിഡ്നാപ്പ്. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്നത് ലുക്ക ചുപ്പി എന്നു പേരുള്ള 2 കള്ളന്മാരാണ്. സൂക്ഷിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഇന്ന് നീ സൈക്കിള് കൊണ്ടുവന്നില്ലേ ടപ്പു? കൊണ്ടുവന്നില്ലടാ, അച്ഛനടുത്തോട്ട് സ്കൂൾ വാനിൽ പോയാ മതി എന്ന് പറഞ്ഞിരിക്കാ. അതെന്താ? ഇവിടെ ഇപ്പൊ 2 കിഡ്നാപ്പേഴ്സ് കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങള് സൂക്ഷിച്ചു പോണം കേട്ടോ. ബൈ ടപ്പു. ബൈ. ലുക്ക ചുപ്പി. ലുക്ക CHUPPI ചുപ്പി. നിങ്ങൾ എന്താ ചെയ്യുന്ന അങ്ങളെ? അല്ല, ഞാൻ നിന്നെ പിടിക്കാൻ ശ്രമിക്കല്ലായിരുന്നോ? വെരി സ്മാർട്ട്. അങ്കിൾ നിന്റെ കൂടെ ഒളിച്ചേ പിടിച്ചേ കളിക്കുകയാണ് മോനെ. അത് ശരി, ഒളിച്ചേ പിടിച്ചേ കളിക്കാ. അങ്കിളെ, ഈ കളിയിൽ ഞാൻ ചാമ്പ്യൻ ആണ്. ചാമ്പ്യൻ. പിടിക്കങ്കിൾ, എന്നെ പിടിക്കാൻ നോക്ക്. അങ്കിൾ, ദേ ഇവിടെ. നല്ല രസമുണ്ട് അങ്കിൾ. എന്നെ പിടിക്കും നോക്കട്ടെ.
മനുഷ്യരെ സഹായിക്കണമെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്. ചിലപ്പോ ഇയാളുടെ ഫോണിൽ അഡ്രസ് ഉണ്ടാവും. നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞു അങ്കിൾ, ഇടത്തോട്ട്. മതി മതി, ഇവിടെ നിർത്തിയാ മതി. ഇവരുടെ GPS ഇവിടെയാ ലൊക്കേഷൻ കാണിക്കുന്നത്. നനഞ്ഞു, മുഴുവൻ നനഞ്ഞു. ഇനി ഞങ്ങളെ വിട്ടുകൂടെ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്കിൾ അങ്കിൾ ഒന്ന് കണ്ണു തുറക്കൂ അങ്കിൾ. പാർക്കിൽ ഒളിച്ചേ കണ്ടേ കളിച്ചപ്പോ അങ്കിള് ബോധം കെട്ട് വീണുപോയി. എങ്കിൽ പിന്നെ നീ എന്തിനാ നിന്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നെ? ഇത് നിങ്ങളുടെ വീട് തന്നെയാ അങ്കിൾ. നീ എങ്ങനെയാണ് ഞങ്ങളുടെ സങ്കേതം, അല്ലല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട് കണ്ടുപിടിച്ചത് കുട്ടി? അങ്കിളിന്റെ മൊബൈലിൽ GPS ഉണ്ടായിരുന്നു. അത് കൊള്ളാലോ. ഞങ്ങളുടെ മൊബൈലിൽ എങ്ങനെയാ GPS കണക്ഷൻ ഒക്കെ കിട്ടിയത്? അതെ അങ്കിൾ, നോക്കിക്കേ, അങ്കിളുടെ ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. അങ്ങനെ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയേ. നിക്ക്, ഇപ്പൊ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ എന്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് അങ്കിളിന് കാണിച്ചു തരാം. അതിങ്ങ തന്നെ കുട്ടി. നീ ഈ ലൊക്കേഷൻ ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും കുട്ടി. ഇതെങ്ങനെയാ ഓഫ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരൂ കുട്ടി. ആ എന്നാ ശരി അങ്കിൾ, ഞാൻ വീട്ടിലേക്ക് പോവാണേ. മിടുക്കൻ, മിടുക്കൻ. ഞങ്ങൾ നിന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക കുട്ടി. കിഡ്നാപ്പോ? നിങ്ങളെങ്ങാനും ആണോ അച്ഛൻ പറഞ്ഞ ആ കിഡ്നാപ്പേഴ്സ്? ഇവനാണ് ലുക്ക. ഇവനാണ് ചുപ്പി. ലുക്ക ചുപ്പി. രണ്ട് കിഡ്നാപ്പ്. എന്നാലും അങ്കിൾസ്, ഇവിടേക്ക് ഞാൻ തന്നെയല്ലേ വന്നത്, അതും നിങ്ങളെയും കൂട്ടിക്കൊണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് കുട്ടി. മുള്ളു ചെന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേടുപറ്റുന്നത് ഇലയ്ക്ക് തന്നെയാണ് കുട്ടി. മോനെ, നീ നിന്റെ വീടിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. അങ്കിൾ വിശന്ന് കഴിഞ്ഞ പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. വിശക്കുന്നുണ്ടോ മോനെ? നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? അങ്കിൾ, എനിക്കൊരു പിസ്സ വേണം. മോനെ, ഈ അങ്കിൾ ഉരുളക്കിഴങ്ങ് മസാലക്കറിയും ചപ്പാത്തിയും നല്ല ഉഗ്രനായിട്ടുണ്ടാക്കും. പിസ്സ. നീ ബഹളം വെക്കണ്ട മോനെ. ഇന്നട കാശ് നീ പോയി പിസ്സ മേടിച്ചോണ്ട് വാ. ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ. എലമനോ. എന്നോടാണോ നിന്റെ അഭ്യാസം? എന്നെക്കാളും പഠിപ്പുണ്ടെങ്കിലും അതിന്റെ വിവരം നിനക്കില്ല. അല്ല, നീ ഇപ്പൊ ഇത് എങ്ങോട്ടായി പോകുന്നത്? അത് ഞാൻ മറന്നുപോയി. ഞാൻ പിസ്സ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് കുട്ടിയാടാ കിടന്ന് നിലവിളിക്കുന്നത്? അവൻ പിസ്സ കഴിക്കാൻ വേണ്ടി വാശി പിടിക്കുന്നതാ. എത്ര കുട്ടികളുണ്ട് നിന്റെ കൂടെ? ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ അവൻ ഒറ്റ ഒരുത്തം മതി സാറേ. ഇടിവീരൻ പൾട്ടു സിംഗിനോട് കളി വേണ്ട. അയ്യോ ഇല്ല സാറേ, ഈ ഇടിവീര സാറിനോട് എനിക്ക് നുണ പറയാൻ പറ്റുമോ? സാറേ ഈ ഫോട്ടോ ഉണ്ടല്ലേ, ഇയാളെ പോലെ തന്നെയല്ലേ? നോക്കിക്കേ. ഇതൊരിക്കലും അവനല്ല. അവര് രണ്ടു പേരുണ്ട്. ഇതൊരാളല്ലേ ഉള്ളൂ. ചെല്ല്, പെട്ടെന്ന് എന്ന് കുട്ടിക്ക് പിസ്സ മേടിച്ചു കൊടുക്കാൻ നോക്ക്. ഒന്ന് നിക്കവിടെ. ഈ ഇടിവീരിന് വേണ്ടി 2 ഗാർലിക് ബ്രെഡ് കൂടി വാങ്ങിച്ചു. എനിക്കിതാ. അത് തുടരുത് കേട്ടോ. ഇത് ഞാൻ ഇടിവീരൻ പൾട്ടു സിംഗിന് വേണ്ടി മേടിച്ചോണ്ട് വന്നതാ. ആരാടാ ഈ ഇടിവീരൻ പൾട്ടു സിംഗ്? ആ ഇടിവീരനെ ഞാനിപ്പോ പുറത്തു വെച്ച് കണ്ടതേ ഉള്ളൂ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണല്ലോ. പോലീസ് നമ്മളെ തെരഞ്ഞു ഇവിടം വരെ എത്തിയെന്ന് തോന്നുന്നു.
മോനെ നീ പിസ മുഴുവനും കഴിച്ചു കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും നിന്റെ വീടിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. ആ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നാ പോട്ട് സാരമല്ല, നിന്റെ വീട്ടിലെ ഫോൺ നമ്പറെങ്കിലും എന്താ? 1 0 0. വിളിക്കരുത്.